റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നഹ്. ചില ആളുകൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സ്ഥാനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്തു കൊടുക്കും. സ്ഥാനങ്ങൾ മേലോട്ട് മേലോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം അവർ പറയും, അന്നാലി ഹാദാ, അല്ലാഹുവേ ഈ ഒരു സ്ഥാനം ഉയർച്ച കിട്ടാൻ ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലോ റബ്ബേ. ഞാൻ ഇന്നലെ മുതൽ അവിടെ ഇരിക്കുന്ന എന്നെ നീ ഇങ്ങോട്ട് എത്തിച്ചല്ലോ റബ്ബേ, എന്താണതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വരുമത്രേ, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ പൊറുക്കലിനെ ചോദിച്ചതാണ് കാരണം. നിങ്ങളുടെ മക്കൾ അന്നത്തെ വാലിൻ്റെ സദസ്സിൽ വെച്ച് ഉപ്പാക്ക് ദുആ ഇറക്കണേ എന്ന് പറഞ്ഞില്ലേ, ആ ദുആയാണ്, അതിൻ്റെ ഉത്തരമാണിത്. നിനക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ഇറക്കണേ എന്ന് പറഞ്ഞ് മക്കൾ ദാനം ചെയ്തില്ലേ, ആ ദാനമാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഉയർച്ച കൊടുക്കുന്നുണ്ട്. മക്കൾ ചെയ്യുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ അവർ ചെയ്യിപ്പിക്കുന്ന പ്രാർത്ഥന, ഇതും രണ്ടും ഒരുപോലെയാണ്. മക്കളുടെ പ്രാർത്ഥനയ്ക്ക് പവർ കൂടുതലാണ്. ഇനി അവർക്ക് തോന്നുകയാണ് ഞങ്ങളെക്കാളുമൊക്കെ ഇൽമ പഠിച്ചവരും അദബുള്ളവരും തഖ്വയുള്ളവരുമായ ആളുകൾ അവർ ദുആ ഇറക്കുമ്പോൾ അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ ദുആ ഇറക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർ ചെയ്യുന്ന ദുആവും അല്ലാഹു സ്വീകരിക്കുന്ന പക്ഷം സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു ഉയർച്ച നൽകുന്നുണ്ട്. അല്ലാഹു ഇങ്ങനെ സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാകുന്നത് എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه